പിസ്താ ഷെല്ല് വെച്ച് കുറച്ച് പൂവുണ്ടാക്കിയാലോ? ഈ പിസ്താ ഷെല്ല് വെച്ച് പൂവുണ്ടാക്കൽ പരിപാടി കുറേ ക്രിയേറ്റേഴ്സ് ചെയ്തതാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് അപ്പോഴെല്ലാം ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത്. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഈർക്കലെടുക്കുക, കളർ ചെയ്തെടുക്കുക, പിന്നെ ആ സ്റ്റിക്കിലോട്ട് ഇതുപോലെ പിസ്താ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് മുമ്പ് വേണമെങ്കിൽ പിസ്താ ഷെല്ലിന് കളർ കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ വിചാരിച്ചു പൂ ഉണ്ടാക്കിയിട്ട് കളർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സിമ്പിളെന്ന്. അങ്ങനെ പൂവെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കളർ കൊടുക്കാം. ഇഷ്ടമുള്ള കളർ നമുക്ക് വാരിക്കൂട്ടി ഇതിന് കൊടുക്കാവുന്നതാണ്. ഞാനൊരു പിങ്കിഷ് കളറാണ് ഇതിന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ ഫുള്ളായിട്ട് കളർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂവൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫ് വേണ്ടേ എന്നൊരു സംശയം. അങ്ങനെ ലീഫ് ഉണ്ടാക്കൽ പരിപാടിയിലോട്ട് പോയി. ലീഫ് ഉണ്ടാക്കൽ ഇതിലും സിമ്പിളാണല്ലോ. ഒരു മാസ്കിംഗ് ടേപ്പ് എടുക്കാം, നടുക്ക് ഇതുപോലെ സ്റ്റിക്ക് വെക്കുക, നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഭയങ്കര സിമ്പിളാണല്ലോ. ഇതും വീതി കൂടിയ മാസ്കിംഗ് ടേപ്പ് ആയത് കാരണം കുറച്ചുകൂടെ പരിപാടി എളുപ്പമായിട്ടോ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒറ്റ ഇതിൽ തന്നെ 2 ലീഫൊക്കെ എനിക്ക് കിട്ടി. ഇനി ഈ ലീഫിൽ കളർ കൊടുത്തെടുക്കുക, അത് മാത്രമേ ഉള്ളൂ ചടങ്ങ്. ഇനി അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവും ഇലയൊക്കെ റെഡിയായി. ഇതൊക്കെ വെക്കാൻ ഇനി ഒരു പോട്ട് വേണ്ടേ. ഓൾറെഡി ഞാനൊരു കുഞ്ഞ് പോട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനകത്തോട്ട് ഇതെല്ലാം അങ്ങ് സെറ്റ് ചെയ്തെടുത്തു. സംഭവം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ടാറ്റാ ബൈ ബൈ.